ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ സ്പ്ലെൻഡർ നമ്മൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷൻ അയച്ചു വെച്ചേക്കാണ്. ഇത് ഷീൽഡ് ഇരിപ്പുണ്ട്, അതിൻ്റെ ഗ്ലാസ് ഫ്രെയിം, സോക്കറ്റ്, അതായത് ഈ ബൾബ് ഇടുന്നത്. അപ്പം ബൾബ് ഇടുന്ന സോക്കറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മുതലേ വണ്ടിയിൽ ഒരു ഫിലമെൻ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു ലോ പവർ മോഡ് മാത്രമേ ഉള്ളൂ. ഹൈ പവർ മോഡിലേക്ക് ഇടുമ്പം ഇതിലൊരു ഇൻഡിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡീന്ന് എഴുതിയിട്ട് ഫ്രണ്ടിലോട്ട് ലൈറ്റിൻ്റെ ത്രോ കാണിച്ചേക്കുന്ന ഒരു ഇൻഡിക്കേഷൻ, അത് വർക്ക് ചെയ്യും. പക്ഷേ ഒന്നും ലൈറ്റ് വരുന്നില്ല. അപ്പോൾ വിചാരിച്ചത് അത് ചിലപ്പോൾ ഫിലമെൻറ്റ് പോയതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നിപ്പം അയക്കേണ്ടി വന്നു പറയുമ്പോൾ ഇന്നലെ രാത്രി അതിൻ്റെ ആ ഉള്ള ഡിമ്മിൻ്റെ ഒരു മോഡ്, അതായത് ആ ഒരു ലോ പവർ മോഡും കൂടെ കിട്ടാതായി. അപ്പോഴത്തേക്കും വണ്ടിയിൽ പൂർണ്ണമായിട്ട് വെട്ടമില്ലാതെ വേറെ പാർക്കും ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യമായിട്ട് വെട്ടം ഒരു ബൈക്കിന് എന്തായാലും വേണം. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞാൻ വണ്ടി ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷൻ ബാറ്ററി എടുത്ത് വെച്ച് കണക്ഷൻ കൊടുത്തു. അതായത് വെളിയിൽ നിന്നൊരു ബാറ്ററി എടുത്ത് വെച്ചിട്ട് ഇതിനകത്ത് കണക്ഷൻ കൊടുത്ത് നോക്കി. അപ്പോൾ ഇതിൽ ഡിമ്മും ബ്രൈറ്റും ബാറ്ററി കൊടുക്കുമ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ഈ സാധനം വർക്കിംഗ് ആണ്, പക്ഷേ ഇതിൽ കൊടുക്കും വർക്ക് ചെയ്യുന്നില്ല. അതായത് ഈ സോക്കറ്റ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഈ സംഭവം എന്ന് പറഞ്ഞത്, രണ്ട് ഫിലമെൻറ്റിൻ്റെ, ഒരെണ്ണം ഡിമ്മിൻ്റെ ഒരെണ്ണം ബ്രൈറ്റിൻ്റെ. ഇതാണ് ഇത് കണക്ഷൻ കയറി, ഇതാണ് ബൾബുമായിട്ട് കണക്ഷനുള്ള ലാസ്റ്റ് ഒരു കണക്ഷൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബൾബ് കത്തുക എന്നുള്ളതാണ് അടുത്തത്. ഇതിൻ്റെ ഈ രണ്ടറ്റം, ഈ കാണുന്ന ഈ രണ്ടറ്റമാണ് ഇത് രണ്ടിലും മുട്ടുന്നത്. അപ്പോഴത്തേക്കും ഇതിൽ രണ്ട് ക്ലാബ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കണക്ഷൻ കറണ്ട് വരാതെ അവിടെ കട്ടാവും കറണ്ട്. ഈ രണ്ട് സാധനത്തിൽ ക്ലാബ് കയറി ഇരുന്നാൽ അപ്പോൾ അവിടെ ക്ലാവും പൊടിയും കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അത് അയച്ചു നോക്കിയപ്പം ഇത് ബാറ്ററി കൊടുത്തപ്പോൾ ഇത് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ അടുത്തുകൊണ്ട് പോയി ക്ലീൻ ചെയ്തു നോക്കിയപ്പോഴത്തേക്കും വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയല്ല ഫ്രണ്ടൊന്ന് കാണിച്ചു തരാം. വണ്ടി അപ്പം ഇരിക്കുന്നതെന്നാണ് ഇങ്ങനെയാണ്. ഇത് അത്രയും വർഷത്തെ പഴക്കം എല്ലാം കാണിക്കുന്നുണ്ട്. നല്ല പൊടിയുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം തിരിച്ചെടുത്ത് റീഫിറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് എനിക്കിത് ഈ വൈസർ മൊത്തം മണ്ണങ്ങൾ കുറേ വർഷം അഴിച്ചിട്ട് 4-5 വർഷത്തിന് മേളിലായി. നമുക്ക് എന്തായാലും ഇതൊന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ വൈസറൊക്കെ ഒന്ന് വാഷ് ചെയ്തു. സാധനം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് എന്തായാലും വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, റൈഡ് സേഫ്, ബൈ.